ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മളെ ചങ്കമ്മമ്മേനെ ഇവിടെ വർക്ക് ഏരിയയിൽ കൊണ്ടുകൂടി ഇരുത്തിയിട്ടുണ്ട്. അമ്മമ്മ അങ്ങനെ വർക്ക് ഏരിയയിലൊക്കെ ഒന്നും വരുത്തില്ല കേട്ടോ. പൊതുവേ സെൻട്രലിൽ അമ്മമ്മ ഇരുത്തൽ. ഇന്ന് പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് അമ്മമ്മയും കണ്ടോട്ട് വെച്ച് ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ എല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ഒരു ജനാർദ്ദനാട്ടനുണ്ട്, ശ്രീകണ്ഠാരം കോട്ടൂര വീട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കപ്പുറം ഇവിടെ വന്നിനേനു അമ്മമ്മനെ കാണാൻ വേണ്ടിയിട്ട്. ചൂടാട് മുച്ചിലോട്ട് കളിയാടത്തിന് അമ്മമ്മനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിനേനു കേട്ടോ. കാവില് വന്ന സമയം ഇവിടെ വന്നിട്ട് അമ്മമ്മനെ കണ്ടിട്ട് പോയതാണ്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ചക്കേനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ചക്ക ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മക്കെന്ന് പറഞ്ഞിന്. അപ്പോൾ അന്ന് വരുമ്പോൾ അമ്മമ്മക്ക് ചക്കപ്പൂതൽ കൊണ്ട് കൊടുത്തിനേനു. അപ്പോൾ അതിന് ശേഷം ചക്ക അവിടെ പറിച്ച് വെച്ചിട്ട് അന്ന കഴിഞ്ഞ ദിവസം വിളിച്ചു. അപ്പോൾ വന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം എടുക്കാൻ വേണ്ടി അവരെ വീട്ടിൽ പോയി കേട്ടോ. കോട്ടൂർ SS കോളേജിൻ്റെ അടുത്താണ് അവരെ വീട്. അപ്പോൾ അവിടെ പോയാലോ ചക്കച്ചോള ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കി വെച്ചിനേനു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, ചക്കച്ചോള. ചങ്കമ്മ കൊടുക്കാൻ വേണ്ടി ഇതാ അമ്മമ്മ കുടിക്കുന്ന. അമ്മക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് എടുത്തും ചക്കയൊന്നും കിട്ടിയില്ല, ചക്കയിൽ ഇങ്ങനെ ആയി വരുന്നത്രേ. അപ്പോൾ ഫസ്റ്റ് ചക്ക വെക്കലാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ചക്കേൻ്റെ ഒപ്പം ചിക്കനും കൂടി ആക്കുന്നുണ്ട്. ചിക്കൻ നമുക്ക് ഭയങ്കര ചക്കയും ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മേ ചക്ക ഇഷ്ടമാണോ? ചക്ക കഴിക്കുവാ? അമ്മമ്മ വെക്കുവാ? ആരാ വെച്ച് തരുവാ? അമ്മമ്മ വെക്കുവാ? ഇതാ ചക്കീതാ, എടുത്തോ. ഇതാ ചക്കീതാ, ചക്കീതാ എടുക്ക്. അനക്ക് വേണ്ട, പച്ച വേണ്ട, പച്ച വേണ്ട, വെച്ചിട്ട് തരട്ടെ. ചക്ക വെച്ച തിന്നോ? ചക്ക വെച്ച തിന്നു. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചക്കയാക്കലാന്ന്. അമ്മയുണ്ട്, പിന്നെ അടുത്ത അമ്മ ഏതാ ഉള്ളിയെല്ലാം മുറിച്ചിടുന്ന. ഞാൻ ചിക്കൻ മുറിച്ച് പറങ്കിപ്പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചപ്പറങ്കിലും അടുത്ത അമ്മ മുറിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മളെ മെയിൻ വാർപ്പിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരു മറ്റന്നാളെ ഉണ്ടാവാം മെയിൻ വാർപ്പ്. മറ്റന്നാൾ മെയിൻ വാർപ്പുണ്ടാവും. അപ്പോൾ പണിക്കാർ പണിയെടുക്കുന്നുണ്ട്, അവർ കമ്പിയെല്ലാം കെട്ടുന്നുണ്ട്. 3 പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കുറച്ച് കൊടുക്കാം. എന്തായാലും നമ്മളെ ജനാർദ്ദനാട്ടിന് നമ്മളെ അമ്മാമ്മക്ക് കൊടുക്കാൻ വേണ്ടി ചക്ക തന്നതിൽ ഒരുപാട് നന്ദി സ്നേഹമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അമ്മമ്മനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അമ്മാമ്മക്ക് ചക്ക തന്നത്. ഇനിയുണ്ട് കുറേ. അപ്പോൾ ചക്ക മൂത്ത് വരുന്നത്രേ. ഇതിപ്പോൾ ആദ്യത്തെ അവർ പറിച്ചപ്പാട് നമുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അവരെ വീട്ടിലും പോയി, രാത്രിയാണ് പോയി. അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം എന്തായാലും നമ്മൾ പോകുന്നുണ്ട്, അടുത്തമ്മേനും കൂട്ടിയിട്ട് എന്തായാലും അവരെ വീട്ടിൽ പോകണം. എൻ്റെ മൊത്തം വ്ളോഗ് രൂപത്തിൽ എന്തായാലും എടുക്കും കേട്ടോ. അവരെ വീടും ചക്കയെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീട്ടിലും കുറേ ചക്കയെല്ലാം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചക്കയെല്ലാം കുറവാണ്. നമ്മളെ വീടിൻ്റെ ആവശ്യത്തിന് പ്ലാവെല്ലാം മുറിച്ചുകൊണ്ട് ചക്ക കുറവാണ്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം അങ്ങനെ കിട്ടും. എന്തായാലും ചക്ക സീസൺ ആയി വരുന്നത്രേ. നിങ്ങളിലും ചക്ക വെച്ച ഇപ്രാവശ്യത്തെ ചക്ക വെച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് ഫസ്റ്റത്തെ ചക്ക വെക്കലാണ്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ഇടൽ കുറവാണ്. നമ്മളെ ഫേസ്ബുക്കിന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. നമ്മൾ ഫേസ്ബുക്ക് അങ്ങനെ വീഡിയോ ഇടലില്ല. ഫേസ്ബുക്ക് പ്രൊഫൈൽ നമുക്ക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടലില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ചങ്കമ്മ നല്ല മൂഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മേ ചക്ക വെക്കണ്ട, നമുക്ക് വേഗം വെച്ചിട്ട് തിന്നാട്ടാ. സമയം ഏകദേശം 1 മണി ആയിട്ടോ. 1 മണി കഴിഞ്ഞു. നമ്മളെ ഹിന്ദിക്കാരുണ്ട് പുറത്ത്. അപ്പോൾ അവർക്കിപ്പോൾ ഭക്ഷണം കൊടുക്കണം. അവർക്ക് ഓൾറെഡി ഭക്ഷണം ആക്കി വെച്ചിട്ട്. എന്താ കറി വെച്ചിട്ടമ്മേ? സാമ്പാറും അയില പൊരിച്ചതും ആക്കിയിട്ടുണ്ട്. പപ്പടവും. ചിക്കൻ ഞാൻ ഇപ്പം വരുമ്പോൾ വാങ്ങിയതാട്ടാ. ഈ ചക്ക ഉണ്ടായതുകൊണ്ട് ഇപ്പം വരുമ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ 4 മണിക്ക് ചായൻ്റെ സമയമാകുമ്പോൾ ചക്കയും ചിക്കനും കൊടുക്കാന്ന് വിചാരിച്ചത്. അമ്മമ്മേൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ടാ അമ്മേ? കൂയ് നോക്കുന്നുണ്ട് കേട്ടാ. ഞാൻ വെക്കാൻ തുടങ്ങട്ടെ. എന്നാൽ നമ്മൾ വീഡിയോയിൽ കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനാ ഇന്ന് ചിക്കൻ വെക്കുന്ന കേട്ടോ. ഞാനങ്ങനെ പൊതുവെ ചിക്കൻ വെക്കാറില്ല, എന്നാലും ഇന്ന് ഞാനാ ചിക്കൻ വെക്കുന്നത്. അമ്മ ചക്കയാക്കും. അടുത്തന്നാക്കുവാ? അടിപൊളി. തിന്നാനായിട്ട് അടുത്തമ്മ അല്ലേ? അടിപൊളി. എന്താ പുറത്തുനിന്നാക്കുന്നേ? ഇവിടുന്ന് ഗ്യാസ് തന്നെയാ? ഇപ്പോൾ ഗ്യാസൊന്നും കിട്ടാനില്ലല്ലോ, ഇനിയിപ്പം പുറത്തുനിന്നാക്കിയാലോ എന്ന് വിചാരിക്കുന്നത്. ആടെ നമ്മളെ അടുപ്പുണ്ട്, പിന്നെ വെയിലാണ്. അവിടെ പച്ചപ്പറങ്കി നട്ടിട്ടുണ്ടല്ലേ. ഇതാ അടുത്തമ്മ പച്ചമുളക് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ടിപ്പുറം തന്നെ അടുപ്പ്. പിന്നെ വെയിലുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് വെച്ചാൽ നടക്കൂല, പുറത്തുനിന്ന് വെക്കൽ നടക്കൂല കേട്ടോ. ഭയങ്കര വെയിലാണ്. ഗ്യാസ് ഉണ്ടോ? കഴിഞ്ഞാ നമ്മളെ ഗ്യാസ് കഴിയാനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചു. അപ്പോൾ കോള് പോകുന്നില്ല. ഇപ്പോൾ ഗ്യാസിന് ഭയങ്കര പ്രശ്നമല്ലേ. ഇനിയിപ്പോൾ വിറകിനെല്ലാം പോകേണ്ട അവസ്ഥയാണ്. അടുത്ത് വിറകിന് വേണ്ട നമുക്ക്.
എവിടുന്ന്? ഓ തോലുറപ്പിന് പോകുമ്പോ വിറക് കിട്ടിയില്ല. അടിപൊളി. അമ്മ തോലുറപ്പിന് പോകുമ്പോ കുറച്ച് വിറകെല്ലാം എടുത്തിട്ട് അവര് വന്നിട്ടാ. തോലുറപ്പിലും കഴിഞ്ഞാ ഇനിയില്ല. അപ്പൊ ഇനി വിറകില്ല, വിറക് കിട്ടൂല അല്ലേ? വിറകിന് പോണം. നാളെ ഒരു വിറകിന് പോയാലോ? ഞാനല്ല, നിങ്ങളെ പോയിട്ട് വരണോ? എനിക്ക് പണിയുണ്ട്. ഞാൻ ഉച്ചവരെ പണിയെടുത്തിട്ട് ഇതെല്ലാം ആക്കണ്ടോണ്ട് ഇങ്ങ് വന്നേട്ടാ. ചിക്കനും വാങ്ങിയിട്ട് ഇങ്ങ് വന്നേന്ന്. ചിക്കൻ ഏകദേശം ഒരു കിലോന് 160 ഉറുപ്പ്യാന്ന് വരുന്നേട്ടാ. നിങ്ങളുടെ നാട്ടിലെല്ലാം എങ്ങനെയാ ചിക്കൻ്റെ റേറ്റിലൊന്നും കമന്റ് ഇട്ടോ. ഇവിടെ 160 യാ. നമ്മുടെ അടുത്തിൻ്റെ കർണാടക മടിക്കേരിൽ 240 ഉറുപ്പ്യ പോലും. നമ്മളിവിടെ 165. ഞാൻ 2 കിലോനെ വാങ്ങിനേട്ടാ. 2 കിലോന് ഇത്രയേ ഉള്ളൂ. നമ്മൾ 4-5 ആളുണ്ട്. അത്ര വേഗം കഴിയും. കൊണ്ടുവന്ന ആൾക്ക് 2 പീസാ. കൊണ്ടുവരാതാക്ക 1 പീസോ? അല്ല, മൊത്ത. അമ്മമ്മ കൈ വിടുന്നില്ല കേട്ടോ. മുറുക്ക പിടിച്ചിട്ടൊക്കെയാ. എന്നാ അമ്മമ്മ വേഗം ചക്ക വെച്ച് തരാം കേട്ടാ. കൈ വിട. എന്നാ അമ്മമ്മ നമ്മളെ ജനാർദ്ദാട്ടിൻ്റെ ഭാര്യയെല്ലാം നല്ല സ്വഭാവം കേട്ടാ. പിന്നെ അവരെ മക്കളുണ്ട് തൊട്ടപ്പുറം തന്നെയാണ്. ഒരു 2 മക്കളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മോൻ തൊട്ടപ്പുറം തന്നെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. ഒരു മോൻ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ മക്കളുണ്ട്. അവരെല്ലാം നമ്മളെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോകുമ്പം തന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് കുറേ സംസാരിക്കുകയും ചെയ്തു കേട്ടോ. ഞാനും ഇവരെ സഹായിക്കട്ടെ. കുറേ ചക്കച്ചോളിയുണ്ട്. അപ്പോൾ എല്ലാം മുറിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ സഹായിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ അടുത്ത അമ്മ വിശന്നിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു 12:30 ആകുമ്പോഴും ചോറ് കഴിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 1 മണി ആയല്ലോ. വിശന്നിട്ട് കഞ്ഞി. എന്നാ കഞ്ഞിയിൽ എന്തായാലും ഇവിടെ 1 മണിയൊന്നുമല്ല. ഇവിടെ വിശക്കുമ്പോൾ കഴിക്കലുണ്ട്. ഒരു 1:30-1 മണി ആ ടൈം. എന്തെല്ലാന്ന് കഞ്ഞിയില്? ചമ്മന്തി ഉണ്ടാ? ചമ്മന്തി, വെള്ളരിക്ക ഓല, മാങ്ങ ഉപ്പിലിട്ട് അടിച്ചിട്ടില്ല? അതാ മാങ്ങ ഉപ്പിലിട്ട് കുറച്ച് തന്നെ, കുഴപ്പമില്ല. എന്നിട്ട് കൈമില് നല്ല അടിപൊളി മാങ്ങ ഉപ്പിലിട്ട് കേട്ടാ. ആഹാ, നല്ല പുളിയുണ്ട്. ആഹാ, എന്തുണ്ട്? അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ടോ? അമ്മമ്മയും കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ചിക്കൻ ആക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇടാം കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. കരിവേപ്പില ചപ്പ്, തക്കാളി ഇടാം കേട്ടോ. തക്കാളി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹിന്ദിക്കാരിലും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടാ. 3 ആളുണ്ട്. ഭായ് മലയാളം അറിയാം? മലയാളം അറിയിക്കുമ്പോൾ അറിയില്ലാന്ന്. മറ്റന്നാൾ വാർപ്പുണ്ടാവാ? ബുധനാഴ്ച. അപ്പോൾ നമ്മളങ്ങനെ ചക്കയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ആദ്യം വെള്ളം എടുത്തു, അതിനകത്ത് ഉപ്പിട്ടു, എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ടു. എന്താ പറങ്കിപ്പൊടി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ചക്ക ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചക്കയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്ക ആക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിന് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ചങ്കമ്മക്ക് ചക്കയും ചിക്കനും കൊടുക്കാം. ഇത് അടുത്ത് പ്ലേറ്റിലെടുക്കുന്നുണ്ട്. സമയം 4 മണിയായിട്ടായ കേട്ടോ. ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ആ അമ്മമ്മ വെയിറ്റ് ചെയ്ത് നിന്ന് ചക്കയും ചിക്കനും ആയിട്ടുണ്ട്. അമ്മമ്മ കഴിക്കാൻ പോകുന്നു. ഓ അമ്മമ്മേനെ എടുത്ത് കഴിക്കുന്ന അടിപൊളി. അതന്നെ വലിയ പീസൊക്കെ എടുത്തിനല്ലേ. ചക്കയെല്ലാം എടുത്തിന് അമ്മമ്മ. ആദ്യം തന്നെ അമ്മമ്മ ചിക്കൻ്റെ പീസ് എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അമ്മക്ക് പല്ലൊന്നും ഇല്ല, എന്നാലും അമ്മമ്മ മെല്ലെ മെല്ലെ തിന്നോളും. അതാ അമ്മമ്മ തിന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ അടുത്ത അമ്മയാണ് കൊടുക്കുന്നത്. അടുത്ത് തിന്നിനാ ടേസ്റ്റ് നോക്കുന്നില്ല. ടേസ്റ്റ് നോക്ക്. അമ്മ ഒന്ന് തിന്നിനാ എന്നാ ടേസ്റ്റ് നോക്കോ. ടേസ്റ്റ് നോക്ക്. കറി നോക്കി തിന്ന്. എന്നിട്ട് എന്തുണ്ട് പറ. രസമുണ്ടാ പറ. നമുക്ക് വയ്യ മതി, ഇപ്പം വേണ്ട. എന്നാ തിന്നമ്മ ചക്ക വര ചക്ക വര. അമ്മ പ്ലേറ്റ് തന്നെ നോക്കുന്ന കേട്ടാ. അടുത്തെടുത്ത് തിന്നോന്ന് വിചാരിച്ചിട്ടാന്ന്. നല്ല ഇഷ്ടപ്പെട്ടിട്ട് തിന്നുന്നുണ്ടല്ലേ. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക, ഭയങ്കര ഇഷ്ടമാണ്. രസമുണ്ടാ? ആ രസമുണ്ടാ. വായിലെ കഴിഞ്ഞു. വേഗം കൊടുക്ക്. ടേസ്റ്റ് നോക്കട്ടെ. ആ നല്ല അടിപൊളി കേട്ടോ. നല്ല അടിപൊളി. ചിക്കൻ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഇത് അമ്മമാരാണ് തിന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും അമ്മമ്മ തിന്നിട്ട് അമ്മമ്മ നല്ല മൂടുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ ചക്ക അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് തിന്നുന്നുണ്ട്. കണ്ടാ അടുത്തൊരു താറ്റ പറ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അമ്മമ്മ താറ്റ പറയാ. അമ്മമ്മ തിന്ന് തിരക്കില്ല. താറ്റ പറയാം അമ്മമ്മ. താറ്റ പറയാ. അമ്മമ്മ തിന്ന് തിരക്കില്ല. ഇത് നമ്മളെ ബായിയും ചക്ക തിന്നുണ്ട് കേട്ടാ. ഇതുണ്ട് ചക്ക രസമുണ്ടാ. നമ്മളെ വൈകുന്നേരത്തെ ചായ കൊടുക്കലാന്ന്. അപ്പോൾ അവർക്ക് ചക്കയും ചിക്കനും കൊടുത്തിട്ടുണ്ട് കേട്ടാ. നിങ്ങളുടെ നാട്ടിലുണ്ടാ ചക്കയെല്ലാം ഉണ്ടാ? ഉണ്ട്. വെക്കാറുണ്ട്. എന്നിട്ട് ചിക്കൻ കൂട്ടി സൂപ്പർ, അടിപൊളി അടിപൊളി. ആ ഇന്നത്തെ പണി കഴിഞ്ഞാ നിർത്തിയാ? കുറച്ചും കൊണ്ടല്ലേ. 5 മണി വരെയാ? ബായി ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടോ ബായി? ആ അടിപൊളി അടിപൊളിയാണ്. ഒരു താറ്റ. ഓക്കെ ബൈ ബൈ.